നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ റൂം ഒരു തിയേറ്റർ ആക്കി മാറ്റുന്നത്, ഒരു 300 ഇഞ്ച് സൈസ് ഉള്ള ഒരു വലിയ സ്ക്രീനിൽ മൂവീസ് ഒക്കെ റൂമിൽ ഇരുന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള സ്ക്രീനിൽ ഗെയിം കളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ ഈസി ആയിട്ട് കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീടിനെ നമുക്കൊരു ഹോം തിയേറ്റർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടിനെ ഹോം തിയേറ്റർ ആയിട്ട് മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറുകളെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു പ്രൊജക്ടറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് ആ മുതൽ. ഇത് E-Gate എന്ന് പറയുന്ന ബ്രാൻഡിന്റെ Dust 7X എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ 100% ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള പ്രൊജക്ടറാണിത്. വീട്ടിലൊരു തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈപ്പ് പ്രൊജക്ടറുകൾ വരാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല. മുമ്പൊക്കെ പ്രൊജക്ടറുകൾ ഭയങ്കര നോയ്സി ആയിരുന്നു, അതേപോലെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. സാധാരണ ഈ പ്രൊജക്ടറുകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഓഫീസിൽ അല്ലെങ്കിൽ വലിയ വലിയ ഹാളുകളിലൊക്കെ എന്തെങ്കിലും പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് പ്രൊജക്ടറുകൾ യൂസ് ചെയ്തത്. എന്നാൽ ഇപ്പം കാലം മാറി, മിക്ക വീടുകളിലും പ്രൊജക്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഗെയിം കളിക്കാനും മൂവീസ് കാണാനും OTT കണ്ടന്റുകൾ ബിഗ് സ്ക്രീനിൽ വാച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഇന്ന് പ്രൊജക്ടർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ടറുകൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വലിയ TV ഒക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ച് പൈസ കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്ടർ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ TVയെക്കാളും നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ബിഗ് സ്ക്രീനിൽ നമുക്ക് പ്രൊജക്ടറുകൾക്ക് തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പ്രൊജക്ടർ സെയിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രെൻഡിനൊപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണ് E-Gate എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ്. അവരുടെ Dust 7X എന്ന് പറയുന്ന ഏറ്റവും കിടിലൻ മോഡലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് ഡസ്റ്റ് പ്രൂഫ് ആണ്, അതേപോലെ സൂപ്പർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും കിടിലൻ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്ടർ കിട്ടുമോ എന്ന് നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും. ആ ലെവലിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്മാർട്ട് പ്രൊജക്ടറാണിത്. ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തത്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതൊന്ന് പരിചയപ്പെടാം. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ആകുമ്പം ഇതിൽ നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുക നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള പ്രൊജക്ടറാണ്. ഇതിനൊപ്പം ഒരു റിമോട്ട് കൺട്രോളും പവർ കേബിളും HDMI കേബിളും യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ് ബോക്സിനുള്ളിൽ നമുക്ക് ലഭിച്ചത്. ഇത് മാത്രമല്ല മറ്റൊരു ചെറിയ ബോക്സിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് കൂടെ ലഭിച്ചിരുന്നു. പ്രൊജക്ടർ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിളിലൊക്കെ വളരെ ഈസി ആയിട്ട് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുന്നതിന് മുമ്പ് സാധാരണ പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനുള്ളിൽ ഡസ്റ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് 100% ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ടോട്ടലി സീൽഡ് ആയിട്ടാണ് ഇത് വരുന്നത്. സാധാരണ ഡസ്റ്റ് പ്രൊജക്ടറിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ്നസ് കുറയും, ക്ലാരിറ്റി കുറയും, അങ്ങനെയൊക്കെയുള്ള പല ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രൊജക്ടറിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ഇത് ടോട്ടലി സീൽഡ് ആയിട്ടുള്ള 100% ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള പ്രൊജക്ടറാണ്. സാധാരണ പ്രൊജക്ടർ വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് എത്രയുണ്ട്, ബ്രൈറ്റ്നസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇതിൽ 700 ട്രൂ ISO ലൂമൻസ് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് ഉപയോഗിച്ചപ്പം ഇതൊരു റിയൽ നമ്പറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത്രയും നല്ല ക്ലാരിറ്റിയും ബ്രൈറ്റ്നസും ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്ടറുകൾ ഇന്ന് ലഭിക്കും. ഇതിൽ ചിലത് പേരുള്ളതും പേരില്ലാത്തതും ബ്രാൻഡഡ് അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പ്രൊജക്ടറുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ വലിയ വലിയ നമ്പറുകൾ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിലായാലും ക്ലാരിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ കൊടുക്കും. പക്ഷേ പലതും നമ്മൾ നമ്പർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് സാധാരണ കിട്ടാറില്ല. ബട്ട് ഇത് യൂസ് ചെയ്തപ്പം ഇതിൽ വെറും നമ്പർ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം മുമ്പോട്ട്. ഈ പ്രൊജക്ടറിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ ഫുൾ HD ആണ്. ഒപ്പം 4K ഇതിൽ സപ്പോർട്ട് ആവും. ഇതിൽ നമ്മൾ കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോൾ നല്ല കളറും അതേപോലെ നല്ല ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ഒരു കളറുള്ള ഈ ഒരു സ്ക്രീനിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ആദ്യം നോക്കിയത്. അതേപോലെ ഞാൻ വൈറ്റ് സ്ക്രീനിലും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. നല്ല ക്വാളിറ്റി, രണ്ടിടത്തും നല്ല ഡീപ്പ് ആയിട്ടുള്ള കളറും അതേപോലെ ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്കും നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഒരു ക്ലാരിറ്റി എത്രയും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം. ഇത് ഏകദേശം 100 ഇഞ്ചിന് മുകളിൽ സൈസ് ഉള്ള ഒരു സ്ക്രീനാണ്. അതേപോലെ തന്നെ ഞാൻ വെളിയിൽ മറ്റൊരു സ്ക്രീനിൽ നോക്കിയപ്പം ഏകദേശം ഒരു 150ഓളം സൈസ് വരുന്ന ഒരു സ്ക്രീനിലും ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. ഇത് നമുക്ക് 300 ഇഞ്ച് വരെ സൈസ് ലഭിക്കുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പം മാക്സിമം അത്രയും ബിഗ് സൈസിലേക്ക് വരെ ഈ പ്രൊജക്ടർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 7000:1 ആണ്. അപ്പോൾ ഈ ഇത്രയും കോൺട്രാസ്റ്റ് റേഷ്യോ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഡാർക്ക് സീനൊക്കെ കാണുമ്പോൾ അതിന്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ 4 മില്യണിലധികം കളേഴ്സ് ആണ് വരുന്നത്. അതിനോടൊപ്പം 110% NTSC കളർ കവറേജും ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ എല്ലാ കണ്ടന്റും സൂപ്പർ വിവിഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂവീസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയിൽ നല്ല ക്ലാരിറ്റിയിൽ ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ Android 9 ആണ് വരുന്നത്. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി Fire TV സ്റ്റിക്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനോടൊപ്പം തന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളും നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു പ്രൊജക്ടറിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിന്റെ റാം വരുന്നത് 2GB ആണ്. അതിനോടൊപ്പം തന്നെ 32GB ഇന്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ മുമ്പ് പല പ്രൊജക്ടറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ 1GB റാം, 16GB അല്ലെങ്കിൽ 8GB റോം ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ 32GB ആണ് ഇന്റർണൽ സ്റ്റോറേജ്, 2GB റാമും വരുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. വളരെ സ്മൂത്ത്
സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. ഇനി ഇതിന്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ 2 HDMI പോർട്സ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ARC സപ്പോർട്ടഡ് ആണ്. അതിനൊപ്പം 2 USB പോർട്ടുകളുണ്ട്. പിന്നെ ഒരു AV ലൈൻ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും ഇതിന്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഫാൻ വരുന്നത്. അതേപോലെ സ്പീക്കേഴ്സ് നൽകിയിരിക്കുന്നത് 2 വശങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് വരുന്നത് 5.4 ആണ്. Wi-Fi 6 ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിന്റെ പവർ ബട്ടൺ നൽകിയിട്ടുള്ളത് ടോപ്പിലായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ചില പ്രൊജക്ടറിൽ ബാക്കിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ആയിട്ടായിരിക്കും പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മുകളിൽ പവർ ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഫ്രണ്ട് ലീഗേറ്റ് ബ്രാൻഡിങ്ങും ലെൻസും കാണാൻ സാധിക്കും. ഈ പ്രൊജക്ടറിൽ നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ വയർലെസ്ലി മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രൊജക്ടറിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നോട്ട് ചെയ്തത് ഇതിന്റെ ഓട്ടോ സെറ്റപ്പ് ആണ്. നമ്മൾ ഈ പ്രൊജക്ടർ എവിടെയെങ്കിലും വെച്ചാൽ മാത്രം മതി, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോക്കസ് ചെയ്യും, സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യും, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, പ്രോപ്പറായിട്ട് സ്ക്രീൻ ഫിറ്റ് ആക്കി തരും. ആ ഒരു ഫീച്ചർ അല്ലാതെ നമുക്ക് കീസ്റ്റോൺ കറക്ഷൻ ഇതിൽ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഇതിന്റെ സെറ്റിംഗ്സുകളൊക്കെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള സൗകര്യവും റിമോട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൽ 12 വാട്ട്സിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടും. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് സൗണ്ട് ബാറോ മറ്റ് സ്പീക്കേഴ്സോ ഒന്നും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനുള്ളിലുള്ള സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ സെറ്റപ്പ് കൂടെ ഈ ഒരു പ്രൊജക്ടറിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി ഇത് പോരാ, എക്സ്ട്രാ പഞ്ചുള്ള സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് ബാർ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 1 ലെവലിലുള്ള തിയേറ്റർ സെറ്റപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഇതിനുള്ളിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു തിയേറ്റർ സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അതിന് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗണ്ട് ബാർ ഒക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ഈ ഡസ്റ്റർ 7X എന്ന് പറയുന്ന ഈ ഗേറ്റിന്റെ പ്രൊജക്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിനുള്ളിൽ ഇരുന്ന് മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് വെളിയിൽ നിന്ന് വരുന്നുണ്ട്. കാരണം നമ്മൾ കട്ടൺ ഇട്ടെന്ന് പറഞ്ഞാലും കുറച്ച് ലൈറ്റ് വെളിയിൽ നിന്ന് വരും. അതേപോലെ ഞാൻ ചിലപ്പം ഒരു ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്നത്. ഓൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ഉണ്ടാകത്തില്ല, ഡിം ലൈറ്റിലൊക്കെ ആയിരിക്കും മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്നത്. ബട്ട് അത്രയും ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും നല്ല കിട്ടിലൻ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിന്റെ പിക്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി ഫുൾ ഡാർക്ക് ആയിട്ടുള്ള റൂമിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ലൈറ്റിംഗ് ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും ബെറ്റർ ക്വാളിറ്റി, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കും. ഇനി ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ സാധിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ റിമോട്ട് പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ. ഇതാണ് റിമോട്ട്. ഈ റിമോട്ട് വലിയ റിമോട്ടല്ല, ചില പ്രൊജക്ടറിനൊപ്പം വലിയ റിമോട്ട് വരും. അതിൽ ഡെഡിക്കേറ്റഡ് ബട്ടൺസും കാര്യങ്ങളും ഒക്കെ കാണും, യൂട്യൂബിന്റെ അതേപോലെ ആമസോണിന്റെ ഒക്കെ. ഇതിൽ അങ്ങനെ ബട്ടൺസ് നൽകിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് സ്ക്രീനിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്, പിന്നെ ഒരു ഓക്കെ ബട്ടൺ, പിന്നെ അതിന് താഴെയായിട്ട് ബാക്ക് ബട്ടൺ, പിന്നെ സൗണ്ട് വോളിയം ബട്ടൺ, ഹോം ബട്ടൺ, പിന്നെ നമുക്ക് ഇതിൽ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതല്ലാതെ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി അല്ലെങ്കിൽ ഫോക്കസിങ് നടക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ ഈ പ്രൊജക്ടറിന്റെ ചില പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 100% ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള പ്രൊജക്ടർ ആണ്. അപ്പോൾ ഇതിൽ Android 9 ആണ് വരുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ള OTT ആപ്സും കാര്യങ്ങളും ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അടുത്തായിട്ട് ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് പ്രൊജക്ടറുകളിൽ ഒരെണ്ണമാണ് ഇത്. കാരണം ഇതിലെ കളേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ, ഇതിന്റെ ഷാർപ്നെസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ നല്ല ടോപ്പ് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പ്രൈസ് സെഗ്മെന്റിലാണ് പറയുന്നത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് പിക്ചർ ക്വാളിറ്റി ലഭിക്കുന്ന ഒരു പ്രൊജക്ടറാണിത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റിന്റെ ഡസ്റ്റർ 7X എന്ന് പറയുന്ന മോഡലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റൂം ഒരു തിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.